ഓ ഈശോയെ, സ്നേഹത്തിൻ്റെ ദിവ്യ തടവുകാര, അങ്ങേ സ്നേഹത്തെപ്പറ്റി ഓർക്കുമ്പോൾ അങ്ങ് എനിക്ക് വേണ്ടി എത്രമാത്രം ശൂന്യവൽക്കരിക്കുന്നു എന്നറിയുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിനും അപ്പുറമാണത്. അങ്ങേ അഗ്രാഹ്യമായ പ്രഭാവം മറിച്ചുകൊണ്ട് നികൃഷ്ടയായ എന്നിലേക്ക് അങ്ങ് അങ്ങയെ തന്നെ താഴ്ത്തി. ഓ മഹത്വത്തിൻ്റെ രാജാവേ, അങ്ങയുടെ പ്രതാപം അങ്ങ് മറയ്ക്കുന്നെങ്കിലും എൻ്റെ ആത്മാവ് ആ വിരി മാറ്റിക്കാണുന്നു. മാലാഖാവൃന്ദങ്ങൾ അങ്ങേ മഹത്വം നിരന്തരം ഉദ്ഘോഷിക്കുന്നതും സ്വർഗീയ ശക്തികൾ അനവരതം അങ്ങയെ പുകഴ്ത്തുന്നതും ഞാൻ കാണുന്നു. അവർ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ഇടവിടാതെ ഉദ്ഘോഷിക്കുന്നു. ഓ, ആര് അങ്ങയുടെ സ്നേഹവും ഞങ്ങളോടുള്ള അങ്ങയുടെ അപരിമേയമായ കരുണയും മനസ്സിലാക്കും? ഓ സ്നേഹത്തിൻ്റെ തടവുകാര, എൻ്റെ എളിയ ഹൃദയത്തെ ഈ സക്രാരിയിൽ ഞാൻ ബന്ധിക്കുന്നു. രാവും പകലും നിരന്തരം അത് അങ്ങയെ പുകഴ്ത്തട്ടെ. ഈ ആരാധനയ്ക്ക് ഞാൻ ഒരു തടസ്സവും കാണുന്നില്ല. ശാരീരികമായി ഞാൻ അങ്ങിൽ നിന്ന് അകലെയാണെങ്കിലും എൻ്റെ ഹൃദയം അങ്ങയോടൊത്തായിരിക്കും. ഒന്നിനും അങ്ങയോടുള്ള എൻ്റെ സ്നേഹത്തെ നിഷ്പ്രഭമാക്കാൻ സാധിക്കുകയില്ല. ഒരു തടസ്സവും എന്നെ ബാധിക്കുകയില്ല. ഓ എൻ്റെ ഈശോയെ, അങ്ങ് അനുഭവിക്കുന്ന എല്ലാ നന്ദിഹീനതകൾക്കും ദൈവദൂഷണങ്ങൾക്കും അവഗണനകൾക്കും ദുഷ്ടരുടെ വിദ്വേഷത്തിനും നിന്ന അപമാനങ്ങൾക്കും ഞാൻ അങ്ങയെ ആശ്വസിപ്പിക്കാം. ഓ ഈശോയെ, ഒരു വിശുദ്ധ ബലിയായി എരിഞ്ഞു തീരണമെന്നും അങ്ങയുടെ രഹസ്യ സിംഹാസനത്തിന് മുൻപിൽ എരിഞ്ഞടങ്ങണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. മരണാസന്നരായ നിരാലംബരായ പാപികൾക്കു വേണ്ടി ഞാൻ നിരന്തരം അങ്ങയോട് യാചിക്കുന്നു. ഓ പരിശുദ്ധ തൃത്വമേ, ഏറ്റവും അഭേദ്യമായ ഏകദൈവമേ, ഈ വലിയ കൃപയ്ക്കായും കരുണയുടെ ഈ ദാനത്തിനായും അങ്ങ് പുകഴ്ത്തപ്പെടട്ടെ. എൻ്റെ ഈശോയെ, അന്യായമായി കുറ്റപ്പെടുത്തപ്പെടുമ്പോൾ നിശബ്ദത പാലിച്ച് ഞാൻ ദൈവദൂഷണങ്ങൾക്ക് പരിഹാരം ചെയ്യാം. അപ്രകാരം അല്പമെങ്കിലും പ്രായശ്ചിത്തം ചെയ്യാം. എൻ്റെ ആത്മാവിൽ അങ്ങേയ്ക്കായി ഞാൻ നിലയ്ക്കാത്ത ഒരു ഗീതം ആലപിച്ചുകൊണ്ടിരിക്കുന്നു. ആരും ഇത് മനസ്സിലാക്കുകയോ ഊഹിക്കുകയോ ചെയ്യുകയില്ല. അങ്ങു മാത്രമേ എൻ്റെ ആത്മാവിൻ്റെ സംഗീതം മനസ്സിലാക്കുകയുള്ളൂ. ഓ എൻ്റെ കർത്താവേ, എൻ്റെ സൃഷ്ടാവേ, ദൈവത്തെ മറക്കാൻ തക്കവിധം ലോകകാര്യങ്ങളുടെ ചുഴിയിൽ വ്യാപൃതയാകാൻ ഞാൻ എന്നെ അനുവദിക്കുകയില്ല. എൻ്റെ ഒഴിവു സമയങ്ങളെല്ലാം ദിവ്യകാരുണ്യത്തിൽ മറിഞ്ഞിരിക്കുന്ന എൻ്റെ ഗുരുവിൻ്റെ പാദാന്തികത്തിൽ ഞാൻ ചെലവഴിക്കും. എൻ്റെ ശൈശവം മുതൽ അവിടുന്ന് എന്നെ പഠിപ്പിക്കുകയായിരുന്നു. നീതിമാനായ ന്യായാധിപനായി ഞാൻ വരും മുമ്പ് കരുണയുടെ രാജാവായി വരുന്നു. ന്യായവിധിയുടെ ദിവസം ഉദിക്കുന്നതിനു മുമ്പ് ഈ അടയാളം ആകാശത്ത് നൽകപ്പെടും. ആകാശം പ്രകാശരഹിതമാകുകയും വലിയ അന്ധകാരം ഭൂമുഖത്തെ ആവരണം ചെയ്യുകയും ചെയ്യും. അപ്പോൾ ആകാശത്ത് കുരിശടയാളം കാണപ്പെടും. രക്ഷകന്റെ കരങ്ങളും പാദങ്ങളും തറച്ച ആണിപ്പഴുതിലൂടെ വലിയ പ്രകാശരശ്മികൾ ഒരു നിശ്ചിത സമയത്തേക്ക് ഈ ഭൂമിയെ പ്രകാശിപ്പിക്കും. ഇത് അന്ത്യനാളിന് തൊട്ടു മുമ്പായി സംഭവിക്കും. ഓ ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു.